ഇല്ലടല്ലേ അങ്ങനെ നമ്മുടെ വേടൻ എന്താ വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ വരികയാണ് ഇല്ലടല്ലേ പാലക്കാട്. അതും എന്താ വെച്ചാൽ 3-ആം വരെ ഇല്ലടല്ലേ. ഇനി വെച്ചാൽ ഫസ്റ്റ് ഒരിക്കൽ വന്ന സമയത്ത് അതൊരു ഫെസ്റ്റിവൽ ആയിരുന്നു ഇല്ലടല്ലേ. ഫെസ്റ്റിവൽ വെച്ചാൽ ഒരു കൺസേർട്ട് സംഭവം നമ്മളൊരു പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന പരിപാടി. അപ്പൊ ഫസ്റ്റ് ഒരിക്കൽ വന്നു ഇല്ലടല്ലേ. പിന്നെ രണ്ടാമത്തെ തവണ വേടൻ വന്നു. ഫസ്റ്റ് തവണ വന്നിട്ട് സൗണ്ട് ചെക്ക് ചെയ്ത് ഇങ്ങോട്ട് പോയി. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ പാലക്കാട് പിന്നെ നൈറ്റ് ലൈഫ് ഒക്കെ ഉള്ള കാരണം പെട്ടെന്ന് പരിപാടി നിർത്തി. എന്ന് വെച്ചാൽ 10 മണി വരെ ഇല്ലടല്ലേ. ഹലോ എന്താണ് 10 മണി വരെ പരിപാടി നടത്താനുള്ള പെർമിഷൻ ഉള്ളൂ. മനസ്സിലായില്ല, അത് പാലക്കാട് മാത്രമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പാലക്കാട് മാത്രമേ കണ്ടിട്ടുള്ളൂ. മനസ്സിലായി, 10 മണി കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ പ്രശ്നമായി. പിന്നെ പരിപാടി എന്ത് പരിപാടിയാണ് നിർത്തിക്കും. മനസ്സിലായില്ലേ. ബാക്കി കുറച്ച് പരിപാടികളൊക്കെ നിർത്തിക്കണം ഞാൻ കണ്ടിട്ടില്ല. ബട്ട് എന്താ വെച്ചാൽ 10 മണി കഴിഞ്ഞാൽ പരിപാടി നിർത്തിക്കും. അത് വല്ലാത്ത റേഡിന്. അങ്ങനെ ഫസ്റ്റ് ഒരു തവണ വേടം വന്ന സമയത്ത് ഇവിടെ 10 മണിക്ക് പരിപാടി നിർത്തിച്ചില്ല. സീരിയസ് ആയിട്ട് എന്താ വെച്ചാൽ വേടനെ കാണാൻ അത്ര ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ട് 10 മണിയാകുമ്പോൾ പരിപാടി നിർത്തിച്ചു. ഫുൾ ക്രൗഡൊക്കെ പ്രശ്നമായി. പോലീസുകാർ വന്ന് വട്ടി വീശി മറ്റേ അട്ടി കൊണ്ട് കുറെ പിള്ളേരൊക്കെ വയ്യാതെ കുറെ പിള്ളേരൊക്കെ അറസ്റ്റ് ചെയ്യണം, സ്റ്റേഷനിൽ കൊണ്ടിരുത്തി. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 1-ാമത്തെ പരിപാടിക്കിട്ടാ. 2-ാമത്തെ തവണ ഒന്നുമില്ല കേരള വേടെ. 2-ാമത്തെ തവണ വേറൊരു പരിപാടി നടത്തി വന്നു. പക്ഷെ അത് കുഴപ്പമില്ല, അത്യാവശ്യം ഒരു പാട്ടൊക്കെ പാടി. പക്ഷെ എന്നാലും ലിമിറ്റഡ് ആയിരുന്നു. ഫീസൊക്കെ മറ്റേ എൻട്രി ഫീ ഒക്കെ ഉണ്ടായിരുന്നു കേരള. എൻട്രി ഫീ 500, 1500, 700 അങ്ങനെ പറഞ്ഞ പോലെ എൻട്രി ഫീ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ പൈസ ഇല്ലാത്തവരൊക്കെ പാവങ്ങൾ എന്ത് ചെയ്യും. ഇവൻ ഞാൻ പോലും പോയില്ല ഇല്ലടല്ലേ. എന്താ വെച്ചാൽ എൻ്റെ പൈസ ഇല്ല. സീരിയസ് ആയിട്ട് നമ്മൾ ഈ ലുക്ക് മാത്രമേ പറഞ്ഞ പോലെ എൻ്റെ പൈസ ഉണ്ടായില്ല. അപ്പം നമ്മളൊന്നും പോയില്ല, നമ്മുടെ ടീമൊന്നും പോയില്ല. അങ്ങനെ ഒരു 3-ാമത്തെ തവണ വരെ ഇല്ലടല്ലേ എലപ്പുള്ളി ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് വലിയ പരിപാടിയായിരുന്നു. ഏകദേശം 1 മാസം നീണ്ടുന്ന ഒരു പരിപാടിയായിരുന്നു. ഡെയിലി പരിപാടി കാര്യങ്ങളൊക്കെ എലപ്പുള്ളി ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ കുറേ സെലിബ്രിറ്റീസ് വന്നു. പിന്നെ വേടൻ്റെ ഒരു എൻട്രി ഉണ്ടായിരുന്നു മെയ് 2-ന്. ആ സമയത്തായിരുന്നു ഇല്ലടല്ലേ വേടനെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്, ഈ മറ്റേ കഞ്ചാവ് കേസും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ പരിപാടി ക്യാൻസൽ ചെയ്തു. വേടൻ്റെ പരിപാടി ക്യാൻസൽ ചെയ്തു. എന്ന് വെച്ചാൽ വേടൻ വരാൻ പറ്റിയില്ല. ആ സമയത്തൊക്കെ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വേടൻ കുറച്ച് പരിപാടി ആയിരുന്നു. അപ്പോൾ വരാൻ പറ്റിയില്ല. ഇത് 3-ാമത്തെ വരവിലുള്ള 3-ാമത്തെ വരവ് എലപ്പുള്ളി വരേണ്ടതായിരുന്നു. ബട്ട് അവിടെ വരാൻ പറ്റാത്തതുകൊണ്ട് 3-ാമത്തെ വരവ് നമ്മുടെ പാലക്കാട് കോട്ട മൈതാനത്ത്. അതും ഫ്രീ എൻട്രി ചെയ്തിട്ടല്ലേ. നല്ല ഷോക്കണം. നമ്മുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ പട്ടിക വികസന വകുപ്പിന്റെ ഒരു പരിപാടി ഉണ്ട്, ഉന്നതി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് ഇല്ലാതെ, പാർട്ടി പരിപാടി ഉണ്ട്. ബട്ട് ഫ്രീ എൻട്രി ആണ് ഇല്ലാതെ. അപ്പം നമുക്ക് എന്താ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ 3-ാമത്തെ വരവാണ്. ഇപ്രാവശ്യം കോട്ട മൈതാനം കത്തിക്കും. പക്ഷെ എന്താ പ്രശ്നം, ഈ കുറച്ച് സ്ഥലമുണ്ടല്ലോ പാലക്കാട്. സ്ഥലം വലുതാണ്, ജില്ല വലുതാണ്. ബട്ട് എന്താ വെച്ചാൽ നമ്മുടെ പരിപാടി നടത്തുന്ന സ്ഥലം കൊണ്ട് കുറച്ചാണ്. ജസ്റ്റ് ഒരു മൈതാനം, അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയം പോലെ സംഭവമാണ്. അപ്പോൾ അതിൽ എത്ര പേർക്ക് ഇനിയിപ്പോൾ എത്ര പേർക്ക് ഇരിക്കാനല്ല, എത്ര പേർക്ക് അതിൽ കയറാൻ പറ്റും, എത്ര പേർക്ക് നിൽക്കാൻ പറ്റുന്നത് അറിയില്ല. എന്താ വെച്ചാൽ ഈ ഇടയ്ക്ക് വേടൻ്റെ പരിപാടി ഇടുക്കി കഴിഞ്ഞു, പിന്നെ വയനാട് കഴിഞ്ഞു, പിന്നെ കിളിമാനൂരൊക്കെ കഴിഞ്ഞു. ഇല്ലാട്ടില്ല കിളിമാനൂരൊക്കെ പാടത്തായിരുന്നു പരിപാടി. അത് കാരണം എവിടെ വേണമെങ്കിൽ നമുക്ക് നിൽക്കാം. മനസ്സിലായി, സ്റ്റേജ് പാടത്തായതുകൊണ്ട് എവിടെ വേണമെങ്കിൽ നിൽക്കാം. എന്നാലും ചളി മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇടുക്കിയിൽ ഇവിടെ നടന്ന സമയത്ത് 7,000 പേർക്കായിരുന്നു. മനസ്സിലായി, അത് സ്റ്റേഡിയം 7,000 പേര് കയറി. പിന്നെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അത് ക്ലോസ് ചെയ്തു പോലീസുകാർ. എന്താ വെച്ചാൽ ഇവർക്ക് ഇത്രയും പേര് നിയന്ത്രിക്കേണ്ട ഇല്ലടല്ലേ. അപ്പോൾ അതുകൊണ്ട് ക്ലോസ് ചെയ്തു. അതാണ് വേടൻ എന്നൊറ്റ വാക്ക് മതി ഇല്ലടല്ല ആൾക്കാർ അവിടെ കൂടാൻ. നമ്മളതിന് 2-3 വീഡിയോ ഇട്ടു വേടൻ വരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ ആൾക്കാരുടെ എൻക്വയറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മലപ്പുറം, തൃശ്ശൂർ, മറ്റേ തിരുവനന്തപുരം, കൊല്ലത്തുനിന്നൊക്കെ ഇവിടെ പരിപാടി എപ്പോൾ വരണം എന്നൊക്കെ ചോദിച്ചു ഒരേ എൻക്വയറി ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം കയറും. എന്ന് വെച്ചാൽ ഫ്രീ എൻട്രി ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ആൾക്കാർ എത്തും. ഈ നമ്മുടെ പാലക്കാട് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ, എറണാകുളം, മലപ്പുറം, ഈ കോഴിക്കോട്, ഇങ്ങനെ ചുറ്റുവട്ടത്തിന് ഈവൻ കോയമ്പത്തൂർ വരെ ആൾക്കാർ വരും. എന്ന് വെച്ചാൽ വേടൻ അമ്മാതിരി റേഞ്ചാണ് ഇല്ലടല്ലേ. അപ്പോൾ ഫ്രീ എൻട്രിയാണ്. അപ്പോൾ മാക്സിമം വരാൻ പറ്റുന്നവർക്കൊക്കെ വരിക എന്ന് നമ്മൾ പറയുള്ളൂ. പക്ഷെ വരുന്നവർ കുറച്ച് നേരത്തെ വരിക. എന്ന് വെച്ചാൽ നിൽക്കാൻ സ്ഥലം വേണം. പിന്നെ നേരത്തെ വന്നാൽ ചിലപ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കയറാൻ പറ്റില്ല. അതൊന്നാമത്തെ കാര്യം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാക്സിമം എത്തുക. തിരക്കായിരിക്കുമല്ലോ, സീരിയസ് ആയി നല്ല തിരക്കായിരിക്കും. നല്ല തിരക്കായിരിക്കും. ഇത് വെച്ചാൽ വേടൻ എന്ന് വെച്ചാൽ ആ ഒറ്റ പേര് മതി ഇല്ലടല്ല ആൾക്കാർ വരാനും പരിപാടി ആസ്വദിക്കാനും. അപ്പോൾ 6 മണിക്കാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കാലത്ത് അവിടെ ഉണ്ടാവുകയല്ല. അത് ചോദിച്ചാൽ നമ്മൾ ഫ്രീ എൻട്രി ചെയ്യണേ പിന്നെ കാണണമല്ലോ. നമ്മളൊരു മുതൽ നമ്മുടെ നാട്ടിൽ വേണ്ടി കാണാതിരുന്നു കഴിഞ്ഞാൽ അത് മോശം നമുക്കാണ്. മനസ്സിലായില്ലേ. അപ്പോൾ ഈ പരിപാടിക്ക് എന്തായാലും നമ്മളുണ്ടാവും. 2 പരിപാടിക്കും മനസ്സിലായി. 2 പരിപാടിക്ക് പോയിട്ട് നമുക്ക് നടന്നില്ല. പിന്നെ നമ്മുടെ കുറച്ച് പിള്ളേർ എങ്ങനെയൊക്കെ മതിലേക്ക് ചാടി പോയി കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയില്ല, അത് റിസ്ക് ആണെങ്കിലല്ലേ. നമ്മളെ കൊണ്ട് അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റില്ല. സോ നമ്മളിത് ഫ്രീ എൻട്രി ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തായാലും ഉണ്ടാവും. നിങ്ങൾ മാക്സിമം വരിക. ഈ 3-ാം വരവ് നമ്മൾ അടിച്ച് പൊളിക്കും. ഉറപ്പാണ് ഇല്ലല്ലേ, ഒന്നും പറയാനില്ല. എന്താ വെച്ചാൽ അടിച്ച് പൊളിക്കും പറഞ്ഞാൽ അടിച്ച് പൊളിച്ചിരിക്കും. ആ ഒരു പാട്ട് കേൾക്കാൻ, അല്ലെങ്കിൽ ആളെ അടുത്ത് കാണാൻ, അടുത്ത അല്ലെങ്കിൽ ലോങ് എന്തെങ്കിലും കാണാമല്ലോ. അതാണ് ഒറ്റൊരു രീതിയിലല്ല. അപ്പോൾ എല്ലാവരും എത്തുക. മാക്സിമം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നോക്കിയിട്ട് സേഫായിട്ടൊക്കെ നിൽക്കുക. അതേ പറയാനുള്ളൂ. വെള്ളവും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുക. കേട്ടല്ലോ. എത്ര മണി ഒരു പരിപാടി ഉണ്ടാകുന്ന അറിയില്ല. ഇനിയിപ്പോൾ അന്നത്തെ പോലെ 10 മണിയാകുമ്പോൾ നിർത്തിക്കുമോ എന്നറിയില്ല. വേടം വന്നുകൊണ്ട് സൗണ്ട് ചെക്ക് ചെയ്ത് പോയിട്ട് ആ പരിപാടിക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് 10 മണിയായി പരിപാടി കഴിഞ്ഞു എന്ന് പറയുമെന്നാണ് ഇപ്പോൾ പേടിയില്ലത്. എന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാരെത്തുമ്പോൾ അറിയില്ല. നമുക്ക് നോക്കാം. അപ്പോൾ മെയ് 18-ന് കൃത്യം 6 മണിക്ക് പാലക്കാട് കോട്ട മൈതാനത്തിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, എല്ലാവരും എത്തുക. അപ്പോൾ അവിടെ വെച്ച് കാണാം.